അമ്മയുടെ വീട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ശനിയാഴ്ച രാത്രി അമ്മ പറയും നാളെ പോകണം, രാവിലെ എഴുന്നേക്കണം, താമസിക്കരുത്, നേരത്തെ കിടന്നോണമെന്ന്. നമ്മൾ അതുപോലെ രാത്രി നേരത്തെ കിടന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കറക്റ്റ് ടൈമിൽ ഒരുങ്ങിയിട്ടുണ്ടാവും. പിന്നെ അമ്മ 1 മണിക്കൂർ കൂടി കഴിഞ്ഞ് അമ്മയുടെ ജോലിയെല്ലാം തീർത്ത് നമ്മൾ ഒരുങ്ങി മുഷിഞ്ഞു കഴിയുമ്പോഴായിരിക്കും അമ്മ ഒരുങ്ങാൻ വേണ്ടി കയറുന്നത്. അന്നൊക്കെ എനിക്ക് ശരിക്കും ദേഷ്യം വരും. ഇത് കാണുമ്പോൾ എന്തിനാ പിന്നെ ഞങ്ങളോട് നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞത്, അമ്മ റെഡി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും വഴക്കിടും. അങ്ങനെ വഴക്ക് കഴിഞ്ഞിട്ടാണ് സാധാരണ ഞങ്ങൾ അമ്മയുടെ വീട്ടിലോട്ട് പോകാറ്. അതെന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ സംഭവം ഇങ്ങനെ തന്നെയാണ്. ഇന്ന് 24ാമത്തെ വയസ്സിൽ ഇന്ന് പോകാൻ നേരത്തും അതിന്റെ പേരിൽ ഒരു വഴക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത്. ഒരു യുദ്ധം ഇതിന്റെ പേര് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. പണ്ട് കുഞ്ഞി പാവാടയൊക്കെ ഇട്ട് അമ്മയുടെ കൈ പിടിച്ച് കൂടെ നടന്ന് ഞാനിന്ന് അമ്മയെ പോലെ തന്നെ സാരിയൊക്കെ കൊടുത്ത് അമ്മയെക്കാളും വലുതായിരിക്കുന്നു. അമ്മയെ റോഡ് ക്രോസ് ചെയ്യിക്കാനും അമ്മ കയറിയതിനു ശേഷം മാത്രമാണ് ഞാൻ ബസ്സിൽ കയറുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. പണ്ട് ഇതെല്ലാം ചെയ്തിരുന്ന അമ്മയാണ്. അമ്മ എന്റെ കൈ പിടിച്ച് ബസ്സിൽ കയറ്റി സീറ്റൊക്കെ ഒപ്പിച്ച് തന്നിട്ടായിരുന്നു ഇരിക്കുന്നത്. ഞാനിപ്പം നേരെ തിരിച്ച് അമ്മയ്ക്ക് എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ സീറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ വലുതായി പോയിരിക്കുന്നു. എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല കേസ്, സത്യം പറഞ്ഞ. പിന്നെ മൂത്തമ്മ, കുഞ്ഞിലേ മുതൽ മൂത്തമ്മ എനിക്കൊരു ATM മെഷീനായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം എനിക്ക് പൈസ വേണ്ടപ്പോഴൊക്കെ എന്റെ കയ്യിൽ ഞങ്ങൾ ഇറങ്ങുന്നതിനെക്കാട്ടും മുമ്പ് ഇങ്ങനെ ആരും കാണാതെ പൈസ വെച്ച് തരും. അപ്പൊ ഞാനിത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് മിഠായി അങ്ങനെയുള്ള അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വാങ്ങുമായിരുന്നു. എത്ര പെട്ടെന്നാ വലുതായതല്ലേ. ഒന്നോർത്ത വലുതാകാത്തത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോ. അമ്മയുടെ കയ്യും പിടിച്ച് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുന്നതും പോരാൻ നേരത്തെ മൂത്തമ്മ പൈസ തരുന്നതും അങ്ങനെയൊക്കെ മതിയായിരുന്നു. ഇതിപ്പം വല്ലാണ്ടങ്ങ് വലുതായി പോയെന്നേ. ഇനി ഉത്തരവാദിത്തങ്ങളൊക്കെ ഒറ്റയ്ക്ക് തലയിലെടുത്ത് വെക്കാനുള്ള മടി കൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്കിപ്പോഴും കുഞ്ഞായിട്ടിരിക്കാൻ ഇഷ്ടം. ഇനി എന്ത് ചെയ്യാനാ, തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. തിരിച്ചു പോയാലും പിന്നെ വളർന്ന് വലുതായി വരണ്ടേ. അപ്പൊ പിന്നെയും ഓർക്കും പിന്നെയും പഠിക്കണമല്ലോ എന്ന്. വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടല്ലേ. എങ്കിൽ ശരി, ബൈ ബൈ.